ഗജവീരനിതാ കുതിരപ്പന്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ നാളികേര ഉടയ്ക്കും, ആചാര വെടിമുഴങ്ങും. ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുവാഹനം അത്യാദരപൂർവം ഭക്തി പുരസ്സരം നമുക്ക് ശനീശ്വരന്റെ തിരുമുമ്പിൽ വലം വയ്ക്കാം. നെടുംകുതിരയെടുപ്പ് അതൊരു കലയാണെന്ന് കലാകേരളത്തിന് കാട്ടിക്കൊടുത്തവരാണ് നമ്മളുടെ പൂർവികർ. അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ശക്തിയും ഊർജവും പകർന്നുകൊണ്ട് തിരുവാഹനം നമുക്ക് തിരുമുമ്പിൽ എഴുന്നള്ളിക്കാം. ഇതാ ശനീശ്വരന്റെ തിരുവാഹനം തുള്ളിക്കളിച്ചുകൊണ്ടിതാ ശനീശ്വരനെ വലം വയ്ക്കുന്നതിനായി കടന്നു വരുന്നു. കാഴ്ചക്കാരായി മാറി നിൽക്കാതെ എല്ലാ പേരും ചേർന്ന് സർവ അഭീഷ്ട സിദ്ധിക്കായി മനസ്സുകൊണ്ടൊരു ശുദ്ധി വരുത്തിക്കൊണ്ട് ആ ചട്ടത്തിലൊന്ന് തൊടുവാനെങ്കിലും കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ശുഭകാര്യങ്ങൾ അടുത്ത കുതിരയെടുപ്പിന് മുമ്പ് നടന്നിരിക്കും. അതിന് ഒത്തിരി സാക്ഷികളുണ്ട്. അതുകൊണ്ടാണ് നെടുംകുതിര ശനീശ്വരന്റെ തിരുമുമ്പിൽ 2037 വരെ നേർച്ചയായി സമർപ്പിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് അതിവിശിഷ്ടമാണ് ഈ വഴിപാട് സമർപ്പണം. എല്ലാ പേർക്കും വഴിപാട് സമർപ്പണം കഴിയില്ല. എന്നാൽ മനസ്സുകൊണ്ടൊരു ശുദ്ധി വരുത്തിക്കൊണ്ട് ആ കുതിരയുടെ ചട്ടത്തിലെങ്കിലും ഒന്ന് തൊടുവാൻ കഴിഞ്ഞാൽ സർവ അഭീഷ്ട സിദ്ധി ഉണ്ടാകും, ഉറപ്പാണ്. ഒത്തിരി സാക്ഷികളുണ്ടതിന്. കണ്ടില്ലേ ശനീശ്വര വാഹനം തുള്ളിക്കളിക്കൊണ്ട് ശാസ്താവിന് വലം വയ്ക്കുന്നത്? ഇത് കാണുക. അതുകൊണ്ടാണ് എല്ലാരും പറയുന്നത് നെടുംകുതിരയെടുപ്പ് കാണണമെങ്കിൽ അതിന് ശ്രീ ഭൂതക്കുളത്തപ്പന്റെ തിരുമുമ്പിൽ തന്നെ എത്തണമെന്ന്. നെടുംകുതിര ശനീശ്വരന്റെ തിരുവാഹനം 3 വനത്തും പൂർത്തിയാക്കി കുതിരപ്പന്തിയിലെത്തിച്ച ശനീശ്വര ഭക്തന്മാർക്ക് ഈ നാടിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. നെടുംകുതിരയെടുപ്പ് ഒരു കല തന്നെയാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ച എല്ലാ ശനീശ്വര ഭക്തന്മാർക്കും ഈ നാടിന്റെ മൊത്തം ഭൂതക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ മൊത്തം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അറിയിക്കുന്നു.